ജെയിംസ്, 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 വധശിക്ഷയ്ക്ക് അധിക നാളുകളിൽ ജീവിതത്തിൽ എന്തായാലും ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലാത്ത ഞാൻ ആർക്കോ വേണ്ടി ഇരയാവുകയായിരുന്നു. ഇര ഇര എനിക്ക് എന്റെ ആടിയെ കുറിച്ച് ഓർക്കുമ്പോഴോ ഞാൻ തൂക്കിലേറ്റപ്പെട്ടാൽ അവൾ അനാഥയാണ്. അവൾ ഒറ്റപ്പെടും. ഇനിയുള്ള ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുക. ഇനിയുള്ള ദിവസങ്ങൾ സമാധാനത്തിൻ്റെതാണ്. എനിക്കൊന്നും കേൾക്കണ്ട. സമാധാനം എത്രയും പെട്ടെന്ന് കൊന്നു തരൂ സാർ, കൊന്നു തരൂ. കുരിശിലേറ്റപ്പെട്ടവന്റെ പിടച്ചിൽ പോലെ ഈ കാത്തിരിപ്പ് അസഹ്യമാണ് സാർ, അസഹ്യമാണ്, അസഹ്യമാണ് സാർ. അവർക്ക് ഒരു ആഘോഷമാണ്. കുറെ കാലമായി അവിടെ ഒരു വധശിക്ഷ നടന്നിട്ട് അവരിത് മത്സരിച്ച് ആഘോഷിക്കുക. പോരാതെ 4000 വരുന്ന ഒരു ട്രാൻസ്ജെൻഡർ, അത് ലോകത്തിലെ ആദ്യമായിട്ട്. സെൻസേഷണൽ ന്യൂസ്. ആ ഒരു വാർത്തയ്ക്ക് പുറകെയാണ് ഇവിടുത്തെ സകല മീഡിയകളും ജനങ്ങളുമൊക്കെ. ഈ ഒരു ആഘോഷത്തിനിടെ കാണാതെ പോകുന്നത് ഒരു പാവം ചെറുപ്പക്കാരന്റെ കണ്ണുനീരാണ്, വേദനയാണ്. മേഡം, പറയൂ. ജെയിംസ് ഒരു ഇരയാണ് മേഡം. ഇര ആരൊക്കെയോ ചേർന്ന് ആ പാവം ചെറുപ്പക്കാരനെ ട്രാപ്പിൽപ്പെടുത്തിയതാണ്. ക്ലൈമാക്സ് തീരുമാനിക്കപ്പെട്ട കഥയുടെ എഴുതാപ്പുറം വായിക്കരുത്. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തതാണ്. അണ്ടർസ്റ്റാൻഡ്? മുൻപിവിടെ വന്നിട്ടുണ്ടല്ലേ? യെസ് മാഡം. പക്ഷാഘാതം വന്ന് തളർന്ന എന്റെ പിതാജി സഹായിയായി ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. എത്ര വധശിക്ഷകൾ. വധശിക്ഷകൾ
കൊതിയാവുന്നു കൊതിയാവുന്നു മാഡം. പ്രദീപ് കൊണ്ടുവരും. ചുമ്മാ ചുമ്മാതെ നളിനി, ചുമ്മാ ചുമ്മാതെ നളിനി, ചുമ്മാ ചുമ്മാ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചായിരുന്നു? എവിടെ വെച്ച്? എവിടെ വെച്ച്? എന്നാ മഴയാ, എന്നാ മഴയാ, എന്തോ ഒരു തണുപ്പ്, എന്തോ ഒരു തണുപ്പ്, സഹിക്കാൻ മേലേ. എന്റെ ഈശോയെ, എറണാകുളത്ത ഈ മഴ കാരണം കുർബാനയ്ക്കും കുമ്പസാരത്തിനും ഈ പള്ളിയിലോട്ടൊരു കുഞ്ഞും എത്തി നോക്കാതായി. ആകെ നനഞ്ഞ് ആരോ വരുന്നുണ്ടല്ലോ. കുറെ കാലമായി എനിക്ക് പിടിതരാതെ വഴുതി കളിക്കാ പന്നിമോള് ഇന്നിങ്ങോട്ട് വരട്ടെ അവളെ ഞാൻ. ആനിയോ വാ, കേറി വാ. സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ദൈവം പോലും എന്നെ കൈവിട്ടു ഫാദർ. നാളെ വെളുപ്പിന് എന്റെ ജയിൽ. അടികൊണ്ടേ ഇങ്ങനെ കരഞ്ഞു വിലപിച്ചിട്ട് ഒരു കാര്യമില്ല. ആ സാത്താന്റെ സന്തതിക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടി. കരയല്ലേ കരയല്ലേ. നാളെ നേരം വരുമ്പോൾ എന്റെ ചലനമറ്റ ഒരു ശരീരമായി മാറും. വേറൊരു ശരീരം. അത് എനിക്ക് വലിയൊരാഗ്രഹമുണ്ട്. എന്റെ ശരീരത്തിന്റെ ശരീരം ഇവിടുത്തെ ശരീരത്തിൽ അടക്കപ്പെടുന്നു. അതെന്റെ ഒരു അപേക്ഷയാണ് ഫാദർ, അപേക്ഷയാണ്. ഇത്തരം ക്രൂരനായ കുറ്റവാളികളെ ഈ സഭയിലടക്കം ചെയ്യാൻ ഇവിടുത്തെ സഭ ഒരിക്കലും അനുവദിക്കില്ല. ഇതേ നിന്റെ തെരഞ്ഞ ജയിച്ചിനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുള്ളതാ ആ കാണുന്ന ചമ്മാടിക്കുഴി. ഫാദർ, അനാഥയായ എനിക്ക് ആരുമില്ല. എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം. നിനക്ക് ഞാനില്ലേ നിന്റെ എല്ലാമായ ഈ തോട്ടത്തിലച്ഛൻ ഞാൻ പറയുന്നു. മോളെ, നീ ചെറുപ്പം. ഒരു രാത്രി പോലും നീ അവളോടൊപ്പം സഹിച്ചിട്ടില്ല. കന്യകയായ നിന്റെ സേവനം സഭയ്ക്ക് ആവശ്യമുണ്ട്. അനി നീ മടക്കി ചേരണം. കർത്താവിന്റെ മണവാട്ടിയാകണം. അവിടെ ഒരല്ലലുമില്ലാതെ സുഖമായി കഴിയാം നിനക്ക്. അരമാനന്ദമായി നിർത്തുന്നുണ്ടോ? അരമാനുണ്ടോ?
എനിക്കറിയാം എന്റെ ജെയിംസിനെ എങ്ങനെ സംസ്കരിക്കണമെന്ന്. അത് ഞാൻ ചെയ്യും. കേട്ടല്ലോ? ഒന്ന് കളയ. വല്ലാത്തൊരു ജന്മം. ഈ വധശിക്ഷയുടെ പ്രത്യേകത എന്തെന്നാൽ ഒരു ട്രാൻസ്ജെൻഡർ ആരാച്ചാർ ആവും എന്നുള്ളത്. ചേതൻ കുലാനി, ചേതൻ, ഈ അവസരത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പറയും. ട്രാൻസ്ജെൻഡർ വളരെ കാലമായി എന്റെ ഉള്ളിൽ പെണ്ണ് കിടന്ന് പിടയ്ക്കുന്നുണ്ടായിരുന്നു. ചേതന. എനിക്കൊരു പെണ്ണായി മാറണം. ആ ഓപ്പറേഷന് ഒരുപാട് കാശ് വേണം. അതിനുവേണ്ടിയാണ് ഞാനൊരു ആരാച്ചാറാവാൻ തയ്യാറായത്. ചേതൻ, നിങ്ങളുടെ സ്വപ്ന സാഫല്യത്തിന് വേണ്ടി നിങ്ങൾ ഒരു ആരാച്ചാരായി മാറുമ്പോൾ ഇവിടെ പിഴുതെറിയപ്പെടുന്നത് ഒരു പാവ ചെറുപ്പക്കാരന്റെ ജീവിതമാണ്, ജീവിത അഭിലാഷമാണ്, ജീവനാണ്. ആയിരിക്കാം. പക്ഷേ എനിക്ക് വലുത്